ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നേം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും എന്നോട് പറഞ്ഞു ചേച്ചി ഫുഡ് കഴിച്ച് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യല്ലേന്ന്. ബട്ട് അന്നേരം സമയം കിട്ടത്തുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെക്കപ്പ് ഡേ ആണ് കേട്ടോ ഇന്ന്. സോ ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 7:15 കഴിഞ്ഞു. 7 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഉറക്കം എണീറ്റപ്പോൾ തന്നെ 6:55 ഇപ്പോൾ എണീറ്റുള്ളൂ. 7:30 ആകുമ്പോഴത്തേനും വണ്ടി വരും. സോ പോകണം. കാശുകൂട്ടിന് ഉറക്കം എണീറ്റില്ല. എന്ന് വെച്ച് ഞാൻ എണീറ്റു ഒരുങ്ങി റെഡിയായി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കാശിനെ എണീപ്പിക്കാമെന്ന് വെച്ചു. രാവിലെ കുഞ്ഞിന് പാലാക്കിയിട്ട് പിന്നെ എന്തെങ്കിലും കൊണ്ടുപോവാം, പോയിട്ട് അവിടെ ചെന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞാൻ വിക്ടോറിയയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു ചേച്ചി അവിടെ പോകല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ലല്ലോ. എന്തായാലും പോയി നോക്കട്ടെ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാമല്ലോ, കുഴപ്പമില്ല. ഇപ്പം 7 മന്ത്സിലായിട്ടുള്ളൂ, 2 മാസം സമയം കൊണ്ടല്ലോ, അതുകൊണ്ടിട്ട്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പോയിട്ട് ഇതാ വരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ അമ്മാമ്മയും കാശി ബേബിയും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മാമ്മ ഉള്ളത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാര്യം ഇല്ലായിരുന്നുണ്ട് ഒറ്റയ്ക്ക് ഞാൻ കാശിനെ കൊണ്ടിട്ട് മൊത്തത്തിൽ അലഞ്ഞു പോയേനായിരുന്നു. കാര്യം ഹോസ്പിറ്റലിലെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ 8 മണിയായപ്പോഴത്തേനും ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് ടോക്കൺ എനിക്ക് 86ാമത്തെ ടോക്കണാണ് കിട്ടിയത്. വെളുപ്പിന് 7 മണിക്കൊക്കെ വന്നിട്ട് ടോക്കൺ എടുത്തവരുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ ഇരുന്നൊരു ചേച്ചിക്ക് 15ാമത്തെ ടോക്കണായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു. 160 ടോക്കണായവരും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ട്. അതോടെ ഞാൻ തീരുമാനിച്ചു, ആദ്യത്തെ വട്ടം പോയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ കാശിനെ കൊണ്ടുപോകില്ല. കാര്യം അമ്മാമ്മനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കയറിയത്, വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഈ പ്രത്യേകിച്ച് പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് കാശിയുടെ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു, അടുത്ത ഹോസ്പിറ്റലായതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പോണത്. ഇത് പിന്നെ വണ്ടി വിളിച്ച് പോകണം, ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ പോണ വഴിക്ക് നമ്മുടെ ഇവിടെ തൃക്കടവൂർ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി കേട്ടോ. കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. കാര്യം ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ടോക്കൺ എടുക്കുക 8 മണിക്ക് എത്തിയത് കൊണ്ടിട്ട് അത്രയും നേരത്തുള്ള 86ാമത്തെ ടോക്കൺ കിട്ടി. ഡോക്ടർ വരുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ പേഷ്യൻസിനെയൊക്കെ നോക്കിയിട്ട്. അപ്പം എല്ലാം കഴിഞ്ഞതേ വീട്ടിലെത്തി. എല്ലാം കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല. എത്ര മണിയാണ് പോയത്? 8 മണിയായപ്പോഴാട്ടോ പോയത്. 8 മണിക്കാണ് പോയത്. പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേനും 11:30. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, താമസം ഉണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ വിക്ടോറിയയിൽ പോണത്. അതുകൊണ്ടിട്ട് എവിടെ ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു സെക്യൂരിറ്റി എങ്കിലും ഉണ്ടായിരുന്നു, ഞങ്ങളോട് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ശല്യമായിരുന്നു എന്ന് തോന്നുന്നു അങ്കിളിന്. പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണാൻ പറ്റി, എല്ലാവരും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ വീഡിയോക്കകത്താണ് ഭയങ്കര വണ്ണം തോന്നി, വണ്ണമേ ഇല്ലല്ലോ എന്നൊന്ന് പറഞ്ഞിട്ട് പോയി. വണ്ണം കേട്ടോ 61 കിലോ ഉണ്ട്. ഇന്ന് വെയിറ്റ് നോക്കി BP 92/60 അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഞാൻ കുറവാണോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. സാധാരണ അത് കുറവല്ലേ? എന്തായാലും കുഴപ്പമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെന്തുവാ, ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ന്യൂ അഡ്മിഷനാണെന്ന് പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് എല്ലാ ടെസ്റ്റിനും എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരുവിധം എല്ലാ ടെസ്റ്റും എഴുതി തന്നിട്ടുണ്ട്. അത് ഒറ്റ ബ്ലഡ് എടുത്തുള്ളൂ, വേദനിച്ചൊന്നുമില്ല. ബ്ലഡ് കൊടുത്തിട്ട് പോയിരുന്നു. 4:30 റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ടോക്കൺ എൻ്റെ ബ്രദറിനെ ഏൽപ്പിച്ചു. വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേന് ചേട്ടനെ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യാം. നാളെ അല്ല, ഇനിയിപ്പോൾ ഡോക്ടറെ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാര്യം ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് ആ റിസൾട്ടുമായിട്ട് ഡോക്ടറെ ചെന്ന് കാണാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി കാണണ്ടല്ലോ, ഞാൻ വീട്ടിൽ പോയി കാണാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ പോയി കാണണമെങ്കിൽ ഇത്രയും നേരം കാത്ത് നിന്ന് മെനക്കെട്ടിട്ടായിരിക്കും ഡോക്ടറെ കാണേണ്ടി വരുന്നത്. ഭയങ്കര പാടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡോക്ടറാണെന്ന് തോന്നുന്നു. മിനിയസ് നായർ എന്നാണ് ഡോക്ടറുടെ പേര്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുണ്ടായിരുന്നു. ഇന്ന് ഒരു 5 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാമിനെ കാണാനായിരുന്നു ഏറ്റവും കൂടുതൽ ആളുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. മറ്റേ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ അടുത്തോട്ട് വാ,
പിന്നെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കൂല എന്നുണ്ടെങ്കിൽ 10 മണിയായപ്പോഴത്തേനാണ് വന്നത്. പിന്നെ മാമിന് എന്തോ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ട് 11 മണി വരെ നോക്കത്തുള്ളായിരുന്നു. പക്ഷെ പെട്ടെന്ന് നോക്കി വിടുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഡോക്ടർ ആളെ നോക്കി വിടുന്നുണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ എഴുതി കൊടുക്കുന്നതായിരിക്കും ചെയ്യുന്നത്. പിന്നെ കൂടുതലും ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പോയിട്ടായിരിക്കും കാണുന്നത്. എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും വീട്ടിൽ പോയി കാണാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഡേറ്റ് ഇട്ട് തന്നത് 19-ാം തീയതിയിലേക്കാണ്. വേറെ പൈസ കാര്യങ്ങളോ വേറെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. സ്കാനിങ്ങിന് 600 രൂപയാവുമെന്ന് അവർ പറഞ്ഞ്. 8-ാം മാസം സ്കാനിങ്. അടുത്ത മാസം 19 എന്ന് പറയുമ്പം അടുത്ത മാസം 13-ാം തീയതി ആകുമ്പം 8 തുടങ്ങും. അപ്പോൾ 8-ാം മാസത്തിലെ സ്കാനിങ് ആയിരുന്നത്. പിന്നെ അപ്പം നമ്മുടെ ഈ വീഡിയോ എന്തായാലും ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യില്ല. കാര്യം ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ബ്ലഡിൻ്റെ റിസൾട്ടും കൂടെ കിട്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഡോക്ടറിനെ പോയി കണ്ടിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ ദിവസം പറയാം. എല്ലാം കൂടെ ഒന്നിച്ച് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. കാര്യം ഹോസ്പിറ്റലിൽ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഏതാണെന്നൊന്നും അറിയാത്തതിൻ്റെ ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ പോകുമ്പോൾ എന്തായാലും ആരെയും കൂടെ കൊണ്ടുപോയില്ല. കാര്യം ആരെയും അകത്ത് കയറ്റില്ല. ബൈസ്റ്റാൻഡേഴ്സിനെ ആരെയും നമ്മുടെ കൂടെ വന്നവരാരും അകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. പേഷ്യൻ്റ് മാത്രം കയറിയാൽ നിന്നും. അപ്പോൾ ഉള്ളിൽ വെയിറ്റിംഗ് റൂമിലായാലും നമ്മൾ തനിയെ പോയിരിക്കണം. നമ്മുടെ കൂടെ വെറുതെ ആളെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. കാശിനും കൊണ്ടിട്ടൊക്കെ നിൽക്കുന്ന കാര്യമൊക്കെ പാടാമ്മയാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ബാക്കി വിശേഷങ്ങളെ പറയാം. വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം. ഇപ്രാവശ്യം ഞാൻ പോയപ്പോഴത്തേന് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ആരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. എൻ്റെ റിസൾട്ട് കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പോയി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. കാര്യം ആ ദിവസങ്ങളിൽ വീട്ടിൽ ഡോക്ടർ പേഷ്യൻസിനെ നോക്കുള്ളൂ. അതുകൊണ്ടിട്ട് രാവിലെ തന്നെ ചേട്ടൻ പോയി എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് 9-ാമത്തെ ടോക്കണാണ് കിട്ടിയത്. പക്ഷേ ടോക്കണിൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു. ചെന്നപ്പോൾ വലിയ ആളൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തോട്ടം പോയപ്പോഴത്തേന് ഭയങ്കര ആളായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ എഴുതിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഇപ്രാവശ്യം ചെന്ന് ഞാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. റിസൾട്ട് കാണിച്ചു, ഒരു കുഴപ്പമില്ല, എല്ലാം പെർഫെക്റ്റാണ് മോളെ എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോണ വഴിക്ക് അങ്ങാടിക്കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഇത് നമ്മുടെ വീടിനടുത്തുള്ള മഹാലക്ഷ്മി എന്ന് പറയുന്ന ജുവൽസ് ആണ് കേട്ടോ. ഇവിടെ സിൽവറും അതുപോലെ തന്നെ ഗോൾഡ് ഐറ്റംസും ഒക്കെ കിട്ടും. എനിക്കൊരു ഐറ്റം വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഈ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്ന ടൈമിലായിരിക്കും ഞാൻ ആകെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ അന്നേരം പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇല്ലേ ഫുൾ ടൈം. പിന്നെ വീട്ടിലെത്തി ഒരു കാപ്പിയല്ല കട്ടൻ ചായയും അതുപോലെ തന്നെ സുഗീനുണ്ടല്ലോ നമ്മുടെ മറ്റേ മോദകം, അതും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിച്ചപ്പോഴത്തേന് സമാധാനമായി. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. റിസൾട്ട് നോക്കിയപ്പോഴത്തേന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എങ്കിലും അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട് കുഴപ്പമൊന്നുമില്ല. വേറെ ഞാൻ ആദ്യത്തോട്ടൊക്കെ പോയപ്പോഴത്തേന് ഭയങ്കര ആളായിരുന്നു. അതുകൊണ്ടിട്ട് ഇന്ന് രാവിലെ തന്നെ ചേട്ടനെ കൊണ്ടൊരു ടോക്കൺ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. 9-ാമത്തെ ടോക്കണാണ് കിട്ടിയത്. ഞാൻ ചെന്നപ്പോൾ ആളേ ഇല്ല, 2 പേര്. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് അവർ കയറിയിട്ടാണ് ഞാൻ കയറി കണ്ടിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് നോക്കി വരും കേട്ടോ. ഹോസ്പിറ്റലും അത് കണക്കാണ്. 150 പേരൊക്കെ ഉള്ളപ്പോഴും പെട്ടെന്ന് നോക്കി വിടുന്നത് ഞാൻ കണ്ടായിരുന്നു. വീട്ടിലും അത് കണക്കാണ്, പെട്ടെന്ന് നോക്കി വിടും. അധിക സമയമൊന്നും അങ്ങനെ എടുക്കാറില്ല. പിന്നെ കുഴപ്പമില്ല കേട്ടോ. എന്നോട് കുറേ പേര് ഞാൻ വിക്ടോറിയയിലാണെന്ന് പറഞ്ഞു ചേച്ചി അവിടെ പോവണ്ട, വേറെ ഹോസ്പിറ്റലിൽ നോക്കുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇന്നലെ 2 മാസമല്ലേ ഉള്ളൂ. ഞാൻ വിചാരിക്കുക സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും കൂടെ മേടിച്ചിട്ട് പിന്നെ എല്ലാം വീട്ടിൽ തന്നെ പോയി കാണാം. ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മെനക്കേടാണ്. അതുകൊണ്ടിട്ട് ഗോഗു വിളിക്കുന്നുണ്ട്. മോദകം ഗോഗു വിളിച്ചത് കട്ടായത്. അങ്ങനെ ഡോക്ടറെ കണ്ട് കുഴപ്പമൊന്നുമില്ല, സമാധാനം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാര്യം റിസൾട്ട് നോക്കി വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് പിന്നെന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.